നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ വലിയൊരു ചർച്ച നടക്കുകയാണ്. മൈതാനത്തെ സിക്സറുകളെക്കുറിച്ചോ വിക്കറ്റുകളെക്കുറിച്ചോ അല്ല ഈ ചർച്ച, മറിച്ച് ടീമിനുള്ളിലെ അച്ചടക്കത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുടെ വ്യക്തിജീവിതവും പ്രൊഫഷണൽ ജീവിതവും തമ്മിലുള്ള അതിർവരമ്പുകൾ വ്യക്തമാക്കാൻ BCCI പുതിയൊരു ചരിത്രപരമായ നീക്കത്തിന് തുടക്കമിടുകയാണ്. അടുത്ത കാലത്തായി IPL മത്സരങ്ങൾക്കിടയിലും വിദേശ പര്യടനങ്ങളിലും കണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. താരങ്ങളുടെ കാമുകിമാർ ടീമിനൊപ്പം ഔദ്യോഗിക ബസ്സുകളിൽ യാത്ര ചെയ്യുന്നതും ടീം ഹോട്ടലുകളിൽ താമസിക്കുന്നതും. എന്നാൽ ഇനി ഈ കളി നടക്കില്ല. അച്ചടക്കത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് BCCI പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും. താരങ്ങളുടെ പങ്കാളികൾ ടീം അംഗങ്ങൾക്കായി മാത്രം മാറ്റിവെച്ചിട്ടുള്ള ഇടങ്ങളിൽ, പ്രത്യേകിച്ച് ടീം ബസ്സുകളിലും ഡ്രസ്സിംഗ് റൂമിനോട് ചേർന്ന സ്ഥലങ്ങളിലും സജീവമായി ഇടപെടുന്നത് പതിവായിരിക്കുകയാണ്. ഇത് ടീമിന്റെ പ്രൊഫഷണലിസത്തെയും അച്ചടക്കത്തെയും ഗുരുതരമായി ബാധിക്കുന്നുവെന്ന വിലയിരുത്തലിലാണ് BCCI ഇപ്പോൾ കർശന നിയന്ത്രണങ്ങളിലേക്ക് നീങ്ങുന്നത്. ശ്രദ്ധ മാറ്റുന്ന ഘടകങ്ങൾ. പ്രൊഫഷണൽ ക്രിക്കറ്റിൽ പൂർണ്ണമായ ഏകാഗ്രത ആവശ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ടൂർണമെന്റുകളിൽ കളിക്കുമ്പോൾ താരങ്ങളുടെ ശ്രദ്ധ കളിയിൽ നിന്ന് മാറുന്നുവെന്ന പരാതികൾ ബോർഡിന് മുന്നിലുണ്ട്. ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടാത്ത ബന്ധങ്ങളുള്ളവർ ടീം അന്തരീക്ഷത്തിൽ അമിതമായി ഇടപെടുന്നത് ഒഴിവാക്കാനാണ് ബോർഡ് ആഗ്രഹിക്കുന്നത്. കളിക്ക് മുൻഗണന നൽകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സുരക്ഷയും അഴിമതി വിരുദ്ധ ചട്ടങ്ങളും. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാരണം സുരക്ഷയാണ്. ICCയുടെയും BCCIയുടെയും അഴിമതി വിരുദ്ധ ചട്ടങ്ങൾ വളരെ കർശനമാണ്. താരങ്ങളുടെ പല പങ്കാളികളും ഇന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരാണ്. ടീമിനുള്ളിലെ തന്ത്രങ്ങളും വിവരങ്ങളും കളിക്കാരുടെ ആരോഗ്യസ്ഥിതിയുമെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഇവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ പുറത്തു പോകുന്നത് BCCI ഭയപ്പെടുന്നു. ഇത് വാതുവെപ്പ് മാഫിയകൾക്കും മറ്റും സഹായകരമായേക്കാം എന്ന ഗൗരവകരമായ വിലയിരുത്തലുണ്ട്. പദവിയും പ്രോട്ടോകോളും. ഭാര്യമാർക്കും കുടുംബാംഗങ്ങൾക്കും നൽകുന്ന ബഹുമാനവും പദവിയും കാമുകിമാർക്കോ മറ്റു സുഹൃത്തുക്കൾക്കോ നൽകേണ്ടതില്ല എന്ന വ്യക്തമായ നിലപാടിലാണ് അധികൃതർ. ഔദ്യോഗിക രേഖകളിൽ കുടുംബമെന്ന് രേഖപ്പെടുത്തിയവർക്ക് മാത്രമേ ടീമിനൊപ്പമുള്ള ആനുകൂല്യങ്ങൾ നൽകാവൂ എന്ന പ്രോട്ടോകോൾ കർശനമാക്കുകയാണ് BCCI. ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ BCCI ചില പ്രായോഗിക മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ്. ഏകീകൃത നയം. എല്ലാ IPL ഫ്രാഞ്ചൈസികൾക്കും ഇന്ത്യൻ ദേശീയ ടീമിനും ബാധകമായ ഒരു നയം നടപ്പിലാക്കും. താരങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമായി പ്രത്യേക പാസുകളും താമസ സൗകര്യങ്ങളും നിശ്ചയിക്കും. ബസ് യാത്രകളിൽ നിയന്ത്രണം. ടീം ബസ്സുകൾ കളിക്കാർക്കും സപ്പോർട്ട് സ്റ്റാഫിനും മാത്രമുള്ളതാണ്. ഈ വാഹനങ്ങളിൽ മറ്റുള്ളവരുടെ സാന്നിധ്യം പൂർണ്ണമായും ഒഴിവാക്കും. ഡ്രസ്സിംഗ് റൂം പ്രവേശനം. ഡ്രസ്സിംഗ് റൂമും അതിനോട് ചേർന്നുള്ള വിശ്രമമുറികളും താരങ്ങളുടെ സ്വകാര്യമായ തന്ത്രങ്ങൾ മെനയുന്ന ഇടമാണ്. അവിടെ കുടുംബാംഗങ്ങൾക്കൊഴികെ മറ്റാർക്കും പ്രവേശനം അനുവദിക്കില്ല. പിഴയും ശിക്ഷാ നടപടികളും. സീസണിന്റെ തുടക്കത്തിൽ തന്നെ താരങ്ങൾക്ക് ഇത് സംബന്ധിച്ച കർശനമായ മാർഗനിർദ്ദേശങ്ങൾ നൽകും. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കനത്ത പിഴയോ മറ്റ് ശിക്ഷാ നടപടികളോ സ്വീകരിക്കും. ക്രിക്കറ്റ് ഇപ്പോൾ വെറുമൊരു കളിയല്ല, അതൊരു വൻ വ്യവസായവും ദശലക്ഷക്കണക്കിന് ആരാധകരുടെ വികാരവുമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രൊഫഷണലിസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. BCCIയുടെ ഈ പുതിയ നീക്കം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നിലവാരം ഉയർത്താൻ സഹായിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അച്ചടക്കമുള്ള ഒരു ടീമിന് മാത്രമേ ലോകവേദികളിൽ വിജയം കൊയ്യാൻ സാധിക്കൂ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? BCCIയുടെ ഈ നടപടി ശരിയാണോ? താരങ്ങളുടെ സ്വകാര്യതയാണോ അതോ ടീമിന്റെ അച്ചടക്കമാണോ വലുത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ ക്രിക്കറ്റ് വിശകലനങ്ങൾക്കും വാർത്തകൾക്കുമായി സ്പോർട്സ് പിച്ച് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്